നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അയ്യോ, പ്രിയ, ഇത് ബ്ലഡ് ആണല്ലോ. ചോര ഉരണ്ട ഡ്രസ് പൊതിഞ്ഞു വെച്ചു, പക്ഷേ കളയാൻ മറന്നുപോയല്ലേ? അയ്യോ സർ, ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. വാഴക്കടി, നിന്റെ അലമാരയ്ക്കുള്ളിൽ നീ അറിയാതെ പിന്നെ ആരും കൊണ്ട് പൂഴ്ത്തിയതാ? അയ്യോ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സർ. എങ്ങനെ അറിയിക്കണമെന്ന് എനിക്കറിയാം. സർ, സർ, ഞാനൊന്ന് പറയട്ടെ സർ. സർ, മാഡം ഒന്ന് പറയൂ മാഡം. ഇവിടെ പിടിച്ചോണ്ടോ? അയ്യോ സർ, സർ ഞാനൊന്ന് പറയട്ടെ സർ. സർ എനിക്കൊന്നും അറിയില്ല സർ, പറഞ്ഞോട്ടെ പ്ലീസ്. സർ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സർ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല സർ, ഒന്ന് കേക്ക് സർ. സർ ചേട്ടാ മോളെ, അയ്യോ ചേട്ടാ, നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടി. എന്ത് കിട്ടിയെന്ന് സാറ് പറയുന്നത്? ഇത് ആരുടേതാണെന്ന് പറഞ്ഞാൽ മതി. മോനെ, അയ്യോ ഇത് അനുക്കുട്ടിയുടെ ഡ്രസ്സാണല്ലോ. ആരുടെ? അനുക്കുട്ടി എന്ന് വിളിക്കുന്ന പ്രിയയുടെ. ആണോ? ഇനി അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടുപോയി കഴിയുമ്പോ മാറ്റി പറയരുത്. അയ്യോ സർ, നോക്കമ്മേ. ശരിയാ, ഈ നിറത്തിലൊരു ഡ്രസ് അവക്കുണ്ട്. ഇത് പൂജയുടെ അലമാരയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ്. പ്രിയയുടെ ഡ്രസ്സ് പൂജയുടെ അലമാരയല്ലോ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? വീട്ടിൽ കയറി വെറുതെ പോലീസ് കളിക്കരുത്. വക്കീല് നിയമം പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ നിയമം നടപ്പാക്കുന്നത് ഞങ്ങൾ പോലീസുകാരാ. ഈ ഡ്രസ്സാണോ പ്രിയയെ കാണാതായ ദിവസം ധരിച്ചിരുന്നത്? അതുകൊണ്ട് വെറുതെ ഊഹം പറയരുത്. അതെ സാറേ, ഈ ഡ്രസ്സാ അന്ന് അവൾ ഇട്ടിരുന്നത്. എന്നാ ഈ ഡ്രസ് നിറയെ ചോരപ്പാടുകളാ. ഈശ്വര, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? എന്താ എന്റെ അനുമോക്ക് പറ്റിയത്? പ്രഥമ ദൃഷ്ടിയാ ഇത് പ്രിയയുടെ തന്നെ ബ്ലഡ് ആണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും. അതെങ്ങനെ? നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് തെളിയിച്ചിട്ടുണ്ടോ? പ്രിയയുടെ ചോര പുരണ്ട ഡ്രസ് സാറിന്റെ ഭാര്യ സ്വന്തം അലമാരയിൽ പൂഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഒരു രസത്തിന് വേണ്ടി ആകില്ലല്ലോ വക്കീലെ. അയ്യോ മധു, നമ്മള് സംശയിച്ചൊക്കെ സത്യമാവുകയാണല്ലോ. എടാ പൂജ, എന്താടി അവിടെ ചെയ്തത്? നീ കൊന്നു കളഞ്ഞോ? ഈശ്വര, ഇല്ല ചേട്ടാ. മധു, അച്ഛമ്മേ എനിക്കൊന്നും അറിയില്ല. ഞാൻ പിന്നെ പ്രിയ കണ്ടിട്ടേ ഇല്ല. അതൊക്കെ നമുക്ക് കോടതിയിൽ വാദിക്കാം. തൽക്കാലം മോള് നടക്ക്. ചേട്ടാ, ചെയ്തിട്ടില്ല.
എന്ത് അടിസ്ഥാനത്തിലാണ് സാറേ അറസ്റ്റ്? ഒരു ഡ്രസ്സിൽ ചോരക്കറ കണ്ടതുകൊണ്ടോ? അത് ആദ്യം പ്രൂവ് ചെയ്യണം സർ, എന്നിട്ടാവാം ഈ അറസ്റ്റും കസ്റ്റഡിയും ഒക്കെ. വെറുതെ ഞങ്ങളോട് ബലം പിടിക്കാൻ നിൽക്കരുത്. എന്റെ അനുക്കുട്ടി സാക്ഷി കൊല്ലപ്പെടുന്ന സമയത്ത് ഈ വീട്ടിൽ ബോധത്തോടെ ഉണ്ടായിരുന്നത് 3 പേരാണ്. അതിലൊരാൾ കൊലപാതക കുറ്റം ഏറ്റെടുത്ത് സറണ്ടറായി. ബാക്കിയുള്ള 2 പേരിൽ ഒരാളെ കാണാനില്ല. ആ കുട്ടിയുടെ അച്ഛന്റെ പരാതിയുണ്ട്. അന്വേഷിക്കുമ്പോ ആ കുട്ടി അന്ന് ധരിച്ചിരുന്ന ഡ്രസ്സ് രക്തം പുരണ്ട നിലയിൽ താങ്കളുടെ ഭാര്യയുടെ അലമാരയിൽ നിന്ന് കിട്ടുന്നു. കസ്റ്റഡിയിലെടുക്കാതെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ചേട്ടാ, ഒന്നുമില്ല. ഇല്ല, ചെയ്തിട്ടില്ല. അമ്മ, പറയമ്മ. അയ്യോ, എന്റെ മോള്. അമ്മേ. എന്തൊക്കെയാടാ എന്റെ മോളൊന്നും ചെയ്യില്ല. ഈ ഡ്രസ്സ് പ്രിയയുടേതാണെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഇവര് പറഞ്ഞതോ? തൽക്കാലം ഞങ്ങൾക്ക് ഇവർ തന്ന മൊഴി മതി. പിന്നെ ഇത് പ്രിയയുടേതല്ലെന്ന് താങ്കൾക്ക് കോടതി തെളിയിക്കാം. അതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവരെ പിടിച്ച് വണ്ടി കയറി. അയ്യോ സാറേ, എന്റെ മോളെ കൊണ്ടുപോകില്ല. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പാവമാണ് സാറേ, പൂജമോൾ അങ്ങനൊന്നും ചെയ്യില്ല സാർ. അതെ സാർ, മോളൊരു പാവാ സാർ. നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലേ? മാറിക്കോ. അമ്മേ, ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യട്ടെ. കൊണ്ടുപോകണേ. പേടിക്കണ്ട. നോക്ക്, ഒപ്പം ഉണ്ട് ഞാനും. 1 മണിക്കൂർ കൂടുതൽ താൻ അവിടെ ഇരിക്കേണ്ടി വരില്ല. ധൈര്യമായിട്ടിരിക്കേ, ഞാനുണ്ട് കൂടെ. പേടിക്കണ്ട. എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? നമ്മൾ എന്താ ചെയ്യണ്ടേ? അമ്മേ, അങ്ങനെ ഒരു ഡ്രസ്സ് ഞങ്ങളുടെ മുറിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ വീട്ടിലുള്ള ആളുകൾ അറിയാതെ ആവില്ല. ഇവര് 2 പേരും ഒഴികെ മറ്റാരും അത് ചെയ്യുകയില്ല. ഇനി അതും നീ ഞങ്ങളുടെ തല കെട്ടിവെക്കാൻ നോക്കടാ. നീയും അവളും കൂടെ ഒളിപ്പിച്ചു വെച്ചതാ പോലീസ് കണ്ടെടുത്തോണ്ട് പോയത്. അതിന് ഞങ്ങളുടെ മെക്കിട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല. ആന്റി എന്തായി പറയുന്നത്? എടാ, നീയും പൂജയും കൂടി എന്റെ അനുമോളെ കൊന്നു കളഞ്ഞോന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അത് ശരിക്കും ചെയ്തതാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എങ്ങനെ തോന്നി നിനക്ക് ഇത്രയും ക്രൂരത കാണിക്കാൻ? അനുമോള് നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്? നീട്ടി പിടിച്ചുള്ള നിലവിളി. എന്റെ മോനെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യ്. സംസാരിച്ച് നിൽക്കാതെ നീ സ്റ്റേഷനിലേക്ക് ഒന്ന് ചെല്ലുമ്പോ ഈ കള്ള സത്യം അധികം നേരം നിൽക്കൊന്ന് കരുതണ്ട. പെട്ടെന്ന് തന്നെ തെളിയും. അപ്പൊ കാണാം മാധുരി ആരാണെന്ന്. മധു, മധു, എന്നാലും എന്റെ അനുമോൾക്ക് ഇങ്ങനെ വന്നല്ലോ. ഇല്ലമ്മേ,